എന്റെ അനുഭവത്തിൽ പണ്ടൊന്നും പിണറായി വിജയൻ അഴിമതിക്കാരനായിരുന്നില്ല. അവൻ അഴിമതിക്കാരനായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയത് മുതലാണ്. കോൺസുലേറ്റ് ജനറൽ കാണാൻ വന്നിരുന്നു. ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് അങ്ങനെ ഐ കൻ ഓൺലി talk like after declaration only I can talk. Still now I am a ward councillor of Mudavan Mughal ward. So കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ട ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ട ഞാൻ ആരെ കേട്ടാ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. എം മുകേഷ് MLA-ക്കെതിരെയാണ് ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാതിയുമായി മറ്റൊരു യുവതിയും രംഗത്ത്. കൺസേൺ അല്ല, ഹൂ കേഴ്സ്? അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു മെൻസ് കമ്മീഷൻ വേണം. ഇതൊരിക്കലും സ്ത്രീ വിരുദ്ധമല്ല, പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. ഞാൻ കാണുന്നുണ്ട് മെസ്സിയെ പേഴ്സണലായിട്ട്. ഞാൻ അർജന്റീനയിൽ പോയിട്ട് ആളുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ശബരിമല ശ്രീകോവിലിലെ വാതിലുകളും കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പപ്പാളികളും ഒക്കെ കടത്തിക്കൊണ്ടുപോയി ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിത് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു മേയർ. കേരളത്തിന്റെ തലസ്ഥാനം ഇതാ താമരക്കുമ്പിളിൽ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.